ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ 1 വീക്കായിട്ട് ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നോക്കിയതെന്ന് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡേ 1 നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അതിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങിയവരുടെ ആഗമനമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മലയാള പര്യായം നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ പര്യായം, കണ്ണിൻ്റെ പര്യായം, ശരീരം, താമര, പൂവ് തുടങ്ങിയവയുടെ പര്യായങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ ഉള്ളത് ഷുവർ ഷോട്ട് GK ആണ്. അപ്പോൾ നമ്മൾ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഷുവർ ഷോട്ട് GK കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഞാനൊരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തരുന്ന നോട്ട്സൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കിയാലോ. ഡേ 2 കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ്. അതിൽ ഉദയപേരൂർ സുനഹദോസ്, കൂനൻകുരിശ് പ്രതിജ്ഞ, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപമൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ തൽക്കാലം ഡേ 2 ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ സിലബസ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതും പഠിച്ചു. പിന്നെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചു. പിന്നെ ഒന്ന് കുറച്ച് PYQ ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ ഡേ 3 നോക്കുകയാണെങ്കിൽ മലയാളം പദശുദ്ധിയാണ്. അപ്പോൾ അത് ഒരു 100 പദശുദ്ധി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് വായിച്ച് പോവുകയാണെങ്കിലും നമ്മളിപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് തെറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എഴുതുക. അതായത് ഇപ്പോൾ ഒരു നിഘണ്ടു എന്നാണെങ്കിൽ നമ്മൾ 5 വട്ടം ഇങ്ങനെ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് എന്നും നമ്മളെ ഒരു മെമ്മറിയിൽ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 100 എണ്ണത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയും പഠിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നു. ഒരു 120 ഉണ്ടാവും. പക്ഷേ ഒരു 100 മിനിമം പഠിക്കാൻ നോക്കാം. ഇനി നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനം ഡേ 1 പഠിച്ചതിൻ്റെ ബാക്കി, ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നത്, ഫ്രഞ്ചുകാർ വന്നത്, ഡെൻമാർക്കുകാർ വന്നതൊക്കെ ഇവിടെയാട്ടോ നോക്കുന്നത് ഡേ 3. പിന്നെ ഇതുമായിട്ടൊക്കെ ഈ ഒരു യൂറോപ്യന്മാരുടെ ആഗമനവുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാഠമാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, 7th സ്റ്റാൻഡേർഡ് സോഷ്യലിലുള്ള ചാപ്റ്റർ 2 ഒരു പാഠമാണ്. പിന്നെ ഷുവർ ഷോട്ട് GK ആണ്. പിന്നെ ഉള്ളത് ഡേ 4 ആണ്. ഡേ 4 നമ്മളിങ്ങനെ സയൻസിലേക്ക് കടക്കുകയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കുറച്ച് അറിവുകൾ ഉണ്ടാവില്ലേ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതിയിട്ട് സ്വന്തമായിട്ട് പഠിക്കാനും ശ്രമിക്കുക, ഈ കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാത്തവരൊക്കെ. പിന്നെ രക്തത്തിനെ കുറിച്ചാണ്. പിന്നെ ഉള്ളത് മലയാളം പര്യായമാണ്. ഈ ഡേ 4 നോക്കിയ പര്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാവ്, നിലാവ്, മുഖം, ജലം, ശത്രു തുടങ്ങിയവയുടെ പര്യായങ്ങളാണ് പഠിച്ചത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്തു. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയെടുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ അതൊക്കെ നോട്ടൊക്കെ നിങ്ങൾ തന്നെ എഴുതി തയ്യാറാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഡേ 5 നോക്കുകയാണെങ്കിൽ കുറച്ച് SCERT ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. അറിവിൻ്റെ ജാലകങ്ങളാണ്. അത് 5ാം ക്ലാസ്സിലെ SCERT ടെസ്റ്റാണ്. പിന്നെ അത് ചാപ്റ്റർ 7 ആട്ടോ. പിന്നെ ജീവൻ്റെ ചെപ്പുകളാണ്. അത് 6th സ്റ്റാൻഡേർഡാണ്, ചാപ്റ്റർ 1 ആണ്. പിന്നെ രൂപത്തിനും ബലത്തിനും 6th സ്റ്റാൻഡേർഡാണ്, ചാപ്റ്റർ 10 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ 1 തൊട്ട് ഡേ 5 വരെ നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകൾ. അപ്പോൾ മാക്സിമം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 100 മാർക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒരു 95-96 ഞാൻ പ്രതീക്ഷിച്ചിട്ട് എഴുതുന്നത്. പക്ഷെങ്കിൽ എനിക്ക് 90 ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താ പറയുക, നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടെ ഞാൻ അതായത് നമ്മൾ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് ഒരു ക്ലാസ് ഞാൻ കാണാൻ വിട്ടുപോയി, എൻ്റെ അശ്രദ്ധ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ 100 ഉണ്ടാവുമായിരുന്നു. അപ്പം നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്, പിന്നെ എൻ്റെ ഈ ഒരു വീക്കിലുള്ള എക്സാമിൻ്റെ മാർക്കൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായി, പക്ഷേങ്കിൽ വോയിസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് പെൻഡിങ് ആയിപ്പോയത്. അപ്പോൾ വൈകാതെ തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.